ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഒരു NFO. NFO എന്താണെന്ന് അറിയാലോ? ന്യൂ ഫണ്ട് ഓഫറാണ്. പുതിയതായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ലോകത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ NAV 10 രൂപയായിരിക്കും വരുമ്പോൾ ഒരു പുതിയ ഫണ്ടാണ്. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണ് ഇപ്പോൾ വരുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ മാസവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസവും ഒക്കെ ആയിട്ട് ഏത് ഇൻഡെക്സാണ് മുകളിലേക്ക് പോകുന്നതെന്ന് നോക്കുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് കമ്മോഡിറ്റിയാണ്, സ്വർണവും ഗോൾഡുമാണ് വലിയ റാലി നടത്തിയത്. അതിൻ്റെ കൂടെ ഒരു ഇൻഡെക്സ് കൂടി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഇൻഡെക്സിൻ്റെ പേര് മെറ്റൽ ഇൻഡെക്സ് എന്നാണ്. അതായത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ മുകളിലേക്ക് പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ETF മുകളിലേക്ക് പോകുന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. ETF ഞാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ മിറായി അസറ്റ് AMC ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത, ഇത് മെറ്റൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഏതാണ് ആ ഫണ്ടെന്ന് നോക്കാം. അതുപോലെ എങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഉദാഹരണത്തിന് എടുത്തിരിക്കുന്നത് ഫണ്ട്സ് ബസാറിൻ്റെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫണ്ട്സ് ബസാർ, അസറ്റ് പ്ലസ്, അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണ് ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്. എന്നാൽ ഫണ്ട്സ് ബസാറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. എല്ലാം കൂടെ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഫണ്ട്സ് ബസാറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും ഒക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ആ വീഡിയോയും ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫണ്ട്സ് ബസാറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഫണ്ട്സ് ബസാറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സൈന്, ഒരു ആനയുടെ സിമ്പിൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് സൈന്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ തുറന്നു വന്നു. ഇതിപ്പോൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് ബാക്ക് അടിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ തുറക്കുമ്പം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്സ്, ഇൻഷുറൻസ്, NPS, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, ബോണ്ട്സ്, അതർ പ്രോഡക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ്, പർച്ചേസ്, SIP, STP, സ്വിച്ച്, റിഡംപ്ഷൻ, SWP, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മുടെ മറ്റ് ആപ്ലിക്കേഷനിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കാണണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു NFO പർച്ചേസ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടും പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ SIP ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ SIP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നാൽ ലംസമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പർച്ചേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. STPയും സ്വിച്ചും റിഡംഷനും SWPക്കും ഒക്കെ ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇപ്പോൾ ലംസമായിട്ട് ഈ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് എന്ന ഭാഗത്താണല്ലോ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ പർച്ചേസ്, അഡീഷണൽ, SIP, STP, ഇൻ്റർ AMC, സ്വിച്ച്, റിഡംഷൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. പിന്നെ SWPയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പർച്ചേസ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തീരുമാനം മാറ്റാം. SIP ആണ് വേണ്ടതെങ്കിൽ നമുക്ക് SIPയുടെ മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് SIP പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അഡീഷണൽ എന്ന് പറയുന്ന നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ അഡീഷണൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ SIP ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ എക്സ്ട്രാ പൈസ ആഡ് ചെയ്യണമെങ്കിൽ അത് പോസിബിളാണ്. അതിന് ഈ അഡീഷണൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ നമ്മുടെ പേര് കാണിക്കും. ഈ പേരിൻ്റെ ഇവിടെ വലത്ത് സൈഡിൽ ഒരു ആരോ കാണിക്കും. ആ ആരോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, പർച്ചേസ് ആണ്. ഇവിടെ ഗ്രോത്ത്, ഡിവിഡൻഡ്, കറൻറ്റ് ഹോൾഡിംഗ്, സീറോ ബാലൻസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് മുകളിലുണ്ട്. അതിനും മുകളിൽ ഒരു ഫിൽറ്റർ ഓപ്ഷനുണ്ട്. അതായത് ഈ ഭാഗത്ത് വലത്ത് സൈഡിൽ ഏറ്റവും അറ്റത്ത് കേട്ടോ, ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒരു 3 വരയുണ്ട്, പിന്നെ ഒരു 3 വരയും കുറച്ച് ഗിയർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്, അതായത് ഏറ്റവും ലാസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നു. ഇവിടെ NFOs, FMPS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ NFOs എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അപ്ലൈ കൊടുക്കുന്നു. ഇപ്പോൾ നിലവിൽ ഏതൊക്കെ NFOs ഓപ്പൺ ആണോ
അതിൻ്റെ എല്ലാ ലിസ്റ്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗ്രോയിൻ്റെ BSE ഹോസ്പിറ്റൽ ETF ഫണ്ട് ഓഫ് ഫണ്ട് വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോകുമ്പോൾ മിറായി അസറ്റിൻ്റെ നിഫ്റ്റി മെറ്റൽ ETF വന്നിട്ടുണ്ട്. ഇവിടെ IDCW പ്ലാനും ഉണ്ട്, ഗ്രോത്ത് പ്ലാനും ഉണ്ട്. നോർമലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് പ്ലാനിലാണ്. IDCW മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഗ്രോത്ത് പ്ലാന് സെലക്ട് ചെയ്തു. ഇവിടെ കാണിക്കുന്നുണ്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപയാണ് എന്നുള്ളത്. എന്നാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. 10/2/2026 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ NFOയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് 23/2/2026. ഇതുകൂടാതെ ഒരുപാട് NFOs വന്നിട്ടുണ്ട്. അതിൽ ഒരു NFOസിനെ പറ്റി പറയാതെ വയ്യ. ഇതാണ് UTIയുടെ നിഫ്റ്റി 500 ശരിയ ഇൻഡെക്സ് ഫണ്ട്. ശരിയ ബേസ്ഡ്, ശരിയ തീം ഫോളോ ചെയ്യുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണിത്. നമുക്കറിയാം ടാറ്റയുടെ എത്തിക്കൽ ഫണ്ടും കോണ്ടിൻ്റെ മറ്റൊരു ഫണ്ടും പിന്നെ ഒരു കമ്പനിയുടെയും കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു ശരിയ ബേസ്ഡ് അല്ലെങ്കിൽ എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട്സാണ് നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഞാനിങ്ങനെ നോക്കിപ്പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. അതുപോലെ നിഫ്റ്റിയിലെ നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന SBIയുടെ ക്വാളിറ്റി ഫണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മെറ്റൽ ആയതുകൊണ്ട് മിറായി അസറ്റിൻ്റെ നിഫ്റ്റി മെറ്റൽ ETF ഫണ്ട് ഓഫ് ഫണ്ട് ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് 23-ാം തീയതി വരെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഈ മാസം. എന്നാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്നത് വീണ്ടും ഒരു 7 ദിവസത്തോളം പിടിക്കുന്നുണ്ടാവും. അതായത് മാർച്ച് ആദ്യ വീക്കിലൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇത് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ പോർട്ട്ഫോളിയോ എന്നാ വരുള്ളൂ, മാർച്ച് ആദ്യ വീക്കിലേ വരുള്ളൂ. ഇനി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു കാർട്ടിൻ്റെ സിമ്പൽ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, സ്കീം കൗണ്ട് 1 സബ്മിറ്റ്. അപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫണ്ട് കാർട്ടിലേക്ക് ലോഡാകുന്നുണ്ട്. ലോഡായി. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ ഫോളിയോ. അപ്പോൾ ന്യൂ ഫോളിയോ തന്നെയാണ്. ഈ ഫണ്ടിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഫോളിയോ നമ്പർ ഇവിടെ വരും. അത് ഈ ഫണ്ട് മാത്രമല്ല, വേറെ ഏത് ഫണ്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഫോളിയോ നമ്പർ നമുക്കിതാ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോളിയോ നമ്പറിലേക്കാണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിനു മുമ്പ് ഈ ഫണ്ടില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഫോളിയോ ആണ്. പിന്നെ ഗോൾ, എന്തെങ്കിലും ഗോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോള് ഇതിലേക്ക് ഈ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 5000 മുതൽ മുകളിലേക്ക് കൊടുക്കാൻ പറ്റും. 10000 കൊടുക്കാൻ പറ്റും, 20, 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം, അങ്ങനെ എത്ര എമൗണ്ട് വേണമെങ്കിലും മുകളിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മിനിമം 5000 ആണ്. ഇത് ലംസത്തിനാണ് അല്ലെങ്കിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനാണ് 5000. എന്നാൽ SIPക്കാണെങ്കിൽ ഇത് 5000 അല്ല, എനിക്ക് തോന്നുന്നു 500 അത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് SIP ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 10000 ടൈപ്പ് ചെയ്തു. ഇനി പർച്ചേസ് വിത്ത് SIP, STP, SWP ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ SIPയും കൂടെ ചെയ്യണമെങ്കിൽ ഈ SIPയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം അത് കാണിക്കുന്നില്ല, കാരണം SIP സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇനി ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓർഡർ പോകും. നമുക്ക് ഈ ഒരു ഫണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് SIPയിലൂടെ എങ്ങനെ ഈ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഇവിടെ കാർട്ടിൽ വന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ETF-ൽ എനിക്ക് തോന്നുന്നു 2 ETF-കളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് നേരത്തെ ചെയ്തതാണ്. ഇനി ഈ ഒരു ഫണ്ടിലേക്ക് ഒരു SIP കൂടെ ചെയ്താൽ മതിയാകും. കാരണം ലംസമായിട്ടാണ് ഞാൻ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും 2 നിലവിൽ ഹോൾഡിംഗ് ആണ്. പിന്നെ ചിലപ്പം ഈ വീഡിയോ തന്നെ നമുക്ക് അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും ഒക്കെ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിൽ പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ പർച്ചേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പർച്ചേസ് ചെയ്യാത്തത്. പക്ഷേ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആണല്ലോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫണ്ട്സ് ബസാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് എടുത്തവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അതും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് എടുക്കുന്നവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് അഡ്വൈസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കണം, ഫണ്ട് സെലക്ട് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അത് ഓൺലി നമ്മുടെ അക്കൗണ്ട് എടുത്തവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി. മറ്റുള്ളവർ മറ്റ് പല ആവശ്യങ്ങൾക്കുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. ചിലവർ സ്റ്റോക്കിനെ പറ്റി ചോദിക്കുന്നു, ചിലവർ ഓപ്ഷനെ പറ്റി ചോദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്.
പക്ഷേ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു, ഒരു റിക്വസ്റ്റായിട്ട് എടുക്കുക. ഇനി നമുക്ക് SIP എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പർച്ചേസ് എന്ന പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലംസം ചെയ്തത്. ഇനി SIP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് SIP ചെയ്യാം. നേരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് SIP എന്ന് പറയുന്ന ഭാഗത്ത്. ഇവിടെ താഴെ സ്റ്റാർട്ട് SIP എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പേരിന് നേരെ ഒരു ആരോയുണ്ട്, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സാധാരണ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഓപ്ഷൻ വന്നു. ഇനി വലത് സൈഡിൽ ഏറ്റവും അറ്റത്തുള്ള ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഇനി ഇവിടെ NFO/FMPS ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരെ ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. എല്ലാ NFOയും വന്നു. ഇനി നേരെ ഫണ്ട് സെലക്ട് ചെയ്യുക. ഇതാ ഇവിടെ ഫണ്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 എന്ന് കാണിക്കുന്നുണ്ട്. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 ആണ് കേട്ടോ. 500 മുകളിലേക്ക് ഏത് തുകയും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ കാർട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ നേരത്തെ വന്ന പോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ വരുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിതാ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നു. ഫോളിയോ നമ്പർ, ന്യൂ ഫോളിയോ, ഫ്രീക്വൻസി മന്ത്ലി, SIP ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 12 എന്ന് പറയുന്നൊരു ഡേറ്റ് സെലക്ട് ചെയ്തു. SIP സ്റ്റാർട്ട് മന്ത് മാർച്ച് 2026, ഏപ്രിൽ, മെയ്. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. മാർച്ചിലാണെങ്കിൽ, അതായത് അടുത്ത മാസമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, എത്ര പ്രാവശ്യം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മന്ത്ലി ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു 100 മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതിവിടെ ഒന്ന് 100 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിനിമം എമൗണ്ട് 500 ആണ് എന്ന് കണ്ടു. അപ്പോൾ 500 ആണോ 1000 ആണോ 1500 ആണോ 2000 ആണോ എത്രയാണ് വേണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റെപ്പപ്പ് SIP, സ്റ്റെപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡോങ്കിളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്റ്റെപ്പപ്പ് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. 100 രൂപ വെച്ചിട്ട് ഞാൻ സ്റ്റെപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹാഫ് ഇയർലി ഉണ്ട്, പിന്നെ 1 ഇയറും ഉണ്ട്, ആനുവലി ഉണ്ട്. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴും 100 രൂപ വെച്ചിട്ട് ഞാനിതിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി കൊടുക്കുക. ഫൈനൽ എമൗണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്താലും ഒരു 2000 രൂപയുടെ മുകളിൽ ഇത് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫൈനൽ എമൗണ്ട് ഇവിടെ 2000 കൊടുക്കുന്നു. ഇനി ഇവിടെ സേവ് കൊടുക്കുന്നു. അപ്പോൾ അതോടുകൂടി ഈ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2000 എന്നുള്ളത് 1500, 1000, 3000 എന്ത് വേണേലും കൊടുക്കാം കേട്ടോ. കാരണം ഈ സ്റ്റെപ്പപ്പ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും 6 മാസം കൂടെ 100 രൂപ കൂടും. കൂടി വരുമ്പോൾ 2000 രൂപയുടെ, ഇപ്പോൾ ഞാനിവിടെ 2000 ആണല്ലോ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ 2000 രൂപയിലെത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിലും 2000 ആയിരിക്കും പോവുക, അതിൻ്റെ മുകളിലേക്ക് പോകില്ല. അതാണ് ഈ ഫൈനൽ എമൗണ്ട്. പിന്നെ ഇവിടെ സേവ് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ സേവ് കൊടുക്കാൻ പോവാണ്. സേവ് കൊടുത്തു. മിനിമം ഇൻസ്റ്റാൾമെൻറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി സേവ് കൊടുത്തു. ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വിൻഡോ വന്നു. ഇവിടെ ടിക്ക് കൊടുക്കുക, താഴെ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഡെബിറ്റ് ടു ക്ലയൻറ്റ് അക്കൗണ്ട് എന്നാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാം. ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റയെല്ലാം ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മതി. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമാൻഡേറ്റും ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. വീണ്ടും സബ്മിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രോസസ്സ് കഴിഞ്ഞു. OTP വന്നു ഓൾറെഡി. ഞാൻ OTP മറന്നുപോയി, നോക്കട്ടെ. ഇതിലേറ്റവും മുകളിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആ OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി കൺഫേം OTP കൊടുക്കുക, യെസ് കൊടുക്കുക. ഇപ്പോൾ യുവർ SIP ഹാസ് ബീൻ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. അപ്പോൾ അടുത്ത മാസം 12-ാം തീയതി മുതലാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് തന്നെ ചെയ്യണോ, അങ്ങനെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു SIP രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. ഇനി ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം തന്നെ ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. ഞാനിവിടെ യെസ് കൊടുക്കുന്നു. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് വിൻഡോ വന്നു. വീണ്ടും നേരത്തെ കണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഈസി പേ യൂസിങ് മാൻഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. നെറ്റ് ബാങ്കിങ് വഴിയും UPI വഴിയും NEFT വഴിയും ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഈസി പേ യൂസിങ് മാൻഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ടിക്ക് കൂടി കൊടുക്കുന്നു. ഇനി ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അവിടെ ടിക്ക് കൊടുക്കുന്നു. അവിടെ എഴുതിയേക്കുന്ന ഐ ആം നോട്ട് യൂസിങ് എ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ട് ടു ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. വീണ്ടും ഒരു OTP വരും, ഓൾറെഡി വന്നിട്ടുണ്ട്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. കൺഫേം OTP കൊടുക്കുന്നു, യെസ് കൊടുക്കുന്നു. സംഭവം കഴിഞ്ഞു. ഇൻവെസ്റ്റും ചെയ്തു, SIPയും ക്രിയേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോവാം. ബാങ്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇമാൻഡേറ്റ് വഴി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് പോകാൻ സാധ്യതയില്ല കേട്ടോ.
അത് 3 ദിവസത്തിനുള്ളിലേ പോകുള്ളൂ. അതായത് ഇന്ന് പോകാൻ സാധ്യതയില്ല, നാളെയോ മറ്റന്നാളോ ഒക്കെ ബാങ്കിൽ നിന്ന് പോവാം. എന്നാൽ നെറ്റ് ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പോകും. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ മാൻഡേറ്റ് ആകുമ്പോൾ 2 ദിവസം ഡിലേ ആകുമെന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ NFOയിൽ എപ്പോൾ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്തായാലും നമ്മുടെ പോർട്ട്ഫോളിയോ വരണമെങ്കിൽ അടുത്ത മാസം ആദ്യം ആകും. അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ETF-കൾ സ്റ്റഡി ചെയ്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട 15 മെറ്റൽ കമ്പനികളിലാണ് ഈ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണിത്. ആ 15 മെറ്റൽ കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാറ്റ സ്റ്റീലാണ്. 18.65% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കമ്പനികൾ ഞാനൊന്ന് ഓടിച്ച് വായിച്ചു വിടാം. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, വേദാന്ത, അദാനി എൻ്റർപ്രൈസസ്, ജിൻഡാൽ സ്റ്റീൽ, APL അപ്പോളോ ട്യൂബ്സ്, NMDC, നാഷണൽ അലുമിനിയം, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി, ഹിന്ദുസ്ഥാൻ കോപ്പർ, വെൽസ്പൺ കോർപ്പ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും 15 കമ്പനികളിലാണ് ETF-കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ETF-കളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഈ കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ഇൻഡെക്സ്, മെറ്റൽ ഇൻഡെക്സ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പോയേക്കാം. അല്ല എങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, ഫോർ എക്സാമ്പിൾ 3 വർഷം 5 വർഷം ഒക്കെ, 3 വർഷമൊക്കെ കൂട്ടിയാൽ മതി. അത് കഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോൾ 3 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്തു തരാൻ സാധ്യതയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഡെക്സിനെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കാണുന്നത്. ഡബിള്, ത്രിബിള് അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു അസംഷൻ. എന്തായാലും അത് അങ്ങനെയൊക്കെ വരട്ടെ. ഇപ്പോൾ നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഫണ്ട്സ് ബസാറിൽ നിന്ന്. ഇത് കണ്ടോ, മെയിൽ, SMS കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മെയിലിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതാണ് ഫണ്ട്സ് ബസാറിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ മെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ പലർക്കും ഫണ്ട്സ് ബസാറിനെ പറ്റി അറിയില്ല. ഫണ്ട്സ് ബസാർ ഒരു മോശം കമ്പനിയല്ല. അവർ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫണ്ട്സ് ബസാർ. അപ്പോൾ ഈ പ്രിഡൻറ്റ് എന്ന് പറയുന്ന കമ്പനി 2003 രൂപം കൊള്ളുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, കമ്പനി ഓഫേഴ്സ് മ്യൂച്വൽ ഫണ്ട് പ്രോഡക്റ്റ്, ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ്, SIP വിത്ത് ഇൻഷുറൻസ്, ഗോൾഡ് അക്യുമുലേഷൻ പ്ലാൻ, അസറ്റ് അലോക്കേഷൻ ആൻഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്. അതായത് ഈ ഫണ്ട്സ് ബസാർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റും, ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒക്കെ എടുക്കേണ്ടവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അതുപോലെ ഈ പ്രിഡൻറ്റ് എന്ന് പറയുന്ന കമ്പനി 11,384 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വരുന്നത് 2,749 രൂപയാണ്. പിട്രോസ്കി സ്കോറൊക്കെ 8 കമ്പനിയാണ്. അതായത് ഹൈ പിട്രോസ്കി സ്കോറാണ്, നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ROCയും ROEയും അതൊക്കെ വലിയ ഫിഗേഴ്സാണ്. കണ്ടോ, ROC 44% മുകളിൽ, ROE 34% മുകളിൽ. എന്നാൽ ബുക്ക് വാല്യൂ ഇവിടെ നോക്കിക്കുക, 184 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 2,749 രൂപയിലാണ്. ബുക്ക് വാല്യൂവിനെ കഴിഞ്ഞും എത്രയോ ഇരട്ടി. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ പ്രിഡൻറ്റ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ കോൺസി തന്നെ കൊടുത്തിട്ടുണ്ട്, 15 ഇരട്ടി മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫണ്ട്സ് ബസാർ ഏത് കമ്പനിയുടെ ആപ്ലിക്കേഷനാണ് എന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. പ്രിഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷനാണ് ഫണ്ട്സ് ബസാർ. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടുകളും കമ്പനികളും ഒക്കെയാണ് വീഡിയോ ആയിട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investments in securities market and mutual funds are subject to market risks. Read all the related documents carefully before investing.